ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കർണാടക സ്പെഷ്യലായ റാഗി മുദ്ദ ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കണം. ഇത് കുറേ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ച റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഞാൻ 3 വലിയ സവാളയും കറിവേപ്പിലയും ഇട്ടത്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചാണ് ചേർക്കുന്നത്. ഇന്ന് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ള റെസിപ്പി ആട്ടോ അത്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. അപ്പോൾ അതിൽ നിന്ന് നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2 തക്കാളി അരച്ച് ചേർത്തതാണ്. എനിക്കിങ്ങനെ കറിയിൽ തക്കാളീൻ്റെ പീസ് അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്ത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് എടുക്കും കേട്ടോ അതാവാൻ. അപ്പോൾ റാഗി മുദ്ദ ഞാനത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇത് 5 ലിറ്റർ കുക്കറാണ്. ഞാൻ 3 കപ്പ് റാഗി പൊടിയും അതിന് ഒരു 2.25 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം ആദ്യം തിളപ്പിച്ച് അതിൽ ഒന്നും ഇതായി വരുമ്പോൾ നമ്മൾ റാഗിപ്പൊടി ചേർത്ത് ഒരു നല്ല വടിയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ വടിയായിട്ട് ഇളക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്, അല്ലെങ്കിൽ പത്തിരിനെ പോലെ കയ്യിലുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സിമ്മിലാക്കിയിട്ട് നല്ലൊന്ന് കട്ടിയാവണം. അതിന് ശേഷം ഞാൻ കുക്കർ വെയിറ്റിട്ടൊന്ന് അടച്ച് വെച്ചതാണ് ആവിയിലൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഈ സമയത്തേക്ക് എൻ്റെ ചിക്കനൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മേലെ മല്ലിയിലയും എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു തിളയും കൂടി തിളച്ചപ്പോൾ കറി റെഡിയായി. ഇത് റാഗി മുദ്ദ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാട്ടോ, ഒരു പ്ലേറ്റ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലേക്ക് ഒരു കയ്യിൽ മാവെടുത്ത് ഒരു മീഡിയം സൈസ് ബോളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മാവ് നല്ല ചൂടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗ്ലാസ് എടുത്തത്. ഗ്ലാസ് വെള്ളത്തിൽ മുക്കാൻ മറന്നുപോയി, അതാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ചാടി കളിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് തീരെ പിടിക്കില്ല, നല്ല ഇതായിട്ട് തന്നെ വരും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാം. ഞാൻ തുടക്കമൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ പതുക്കെ നമ്മൾ പത്തിരിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കയ്യിൽ ഇങ്ങനെ വെള്ളം ആക്കിയിട്ട് നമുക്ക് കുഴയ്ക്കാവുന്നതുള്ളൂ. നമുക്ക് ആ ചൂട് പറ്റുമെങ്കിൽ, കയ്യിൽ താങ്ങാൻ പറ്റുമെങ്കിൽ. ഇനി ഇതിങ്ങനെ നല്ലൊന്ന് ഇടയ്ക്ക് കണ്ടോ, ഞാൻ കയ്യിൽ വെള്ളം ആക്കുന്നുണ്ട്. അത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് മാവ്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരുട്ടിയാൽ നല്ല സ്മൂത്ത് ബോളായിട്ട് നന്നായിട്ട് വരും. എന്നിട്ട് ഏറ്റവും അവസാനം ഒന്ന് നല്ല ഇതാക്കിയ ശേഷം നടുവിലൊരു കുഴി ഉണ്ടാവും. അതിലാണ് ശരിക്കും അവർ നെയ്യാണ് ഒഴിക്കുക, അല്ലെങ്കിൽ അതാണ് റാഗി മുദ്ദേൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ 3 കപ്പ് മാവ് കൊണ്ട് നമുക്കൊരു ഏതാണ്ട് 5-6 ബോൾസ് ഉണ്ടാക്കാം. ഇത് വലിയ സൈസല്ല, ഒരു മീഡിയം സൈസാണ്. അപ്പോൾ നമ്മൾ പിന്നെന്താ, റാഗി മുദ്ദ എന്ന് പറയുന്നത് ചോറ് കഴിക്കുന്ന പോലെ ഒരു ഹെവി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഷുഗറും ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആദ്യത്തെ മുദ്ദ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ആയിട്ടൊക്കെ ചെയ്യാം. രണ്ടാമത്തേതാകുമ്പോഴേക്കും മാവിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വളരെ ഹെൽത്തിയ റെസിപ്പിയാണ്. നിങ്ങൾ അഭിപ്രായം പറയുകൊണ്ട്. താങ്ക് യു.